പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഈ ആയുസ്സിനോട് ഒരു ദിവസം കൂടി നീട്ടി തന്നു. നമ്മുടെ ആയുസ് എത്ര ക്ഷണികമായ, എത്ര ചെറുതാണ്. എന്നാൽ ദൈവം നമുക്ക് ഓരോ ദിവസവും തരുമ്പോൾ അത് നമ്മൾ കർത്താവിൽ ആരംഭിക്കുന്നതും കർത്താവിൽ അവസാനിപ്പിക്കുന്നതും കർത്താവിനോട് കൂടെ നമ്മൾ ആയിരിക്കുന്നതും എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ദൈവസന്നിധി ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് കാണുവാൻ കഴിയുന്നെങ്കിൽ നിത്യതയിൽ നമുക്ക് അത് അതിനേക്കാൾ എത്രയോ ഭയങ്കരമായിരിക്കും. എന്നാൽ ഇന്ന് അനേക വിശുദ്ധന്മാരും ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിനോട് ചെലവഴിക്കുന്നതിൽ ഉത്സുകരല്ല. നമുക്ക് കർത്താവിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കർത്താവിനെ ഒന്നു മാത്രം മതി. ആസാവ് പറയുന്നത് പോലെ 73-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ നീ അല്ലാതെ മറ്റാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം എന്താ? ഈ കർത്താവിനെ തന്നെയാണോ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം? നമുക്ക് ലഭിച്ച ഈ യഥാർത്ഥമായിരിക്കുന്ന രക്ഷ, ആ രക്ഷയുടെ സന്തോഷം ലഭിച്ച ഒരു വ്യക്തിക്ക് ആ രക്ഷകനേക്കാൾ വലുതായിട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരു ചെറിയ സന്ദേശം മനുഷ്യനെ തേടി വരുന്ന കർത്താവ് എന്നുള്ളതാണ്. മനുഷ്യനെ തേടുന്ന കർത്താവ്. എപ്പോഴും ദൈവം തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ കാണുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, മനുഷ്യനെ തേടി വരുന്ന കർത്താവ് ഏദൻ തോട്ടം മുതലേ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു പോയപ്പോൾ ദൈവം അവനെ തേടി വരികയാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ ദൈവം വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ, ജെനസിസ് ചാപ്റ്റർ 3:9 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ മനുഷ്യനോടുകൂടെ നടക്കാറുള്ള ഈ ദൈവം ഒരു ദിവസം വന്നപ്പോൾ ആദവും ഹവ്വയും കർത്താവിൻ്റെ ഓടി വരുന്നില്ല, അവരെ കാണുന്നില്ല. ദൈവത്തിന് അറിയത്തില്ല എന്നുള്ളതല്ല, ദൈവം എല്ലാം അറിയുന്നു, അവരെവിടെ ഇരിക്കുന്നു എന്നൊക്കെ ദൈവത്തിന് അറിയാം. എങ്കിലും ദൈവം വിളിക്കുകയാണ്, മനുഷ്യൻ നീ എവിടെ നോക്കുക. അപ്പോൾ അവൻ കൊടുക്കുന്ന ഉത്തരം നമുക്ക് അതിശയമായിട്ട് തോന്നും. അവർ പറയുകയാണ്, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാവുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നോക്കുക, പാപം മനുഷ്യനിലേക്ക് ഭയം കൊണ്ടുവരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് ആഗ്രഹിക്കുക. അവൻ ആദ്യം ഒരു വലിയ പണിയൊക്കെ ചെയ്തു നോക്കി. നമുക്കറിയാം, അവിടെ അവൻ നഗ്നനാന്ന് അറിഞ്ഞപ്പോൾ, അവന് ഈ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ എന്താ ചെയ്തത്? അവർ അത്തിയില കൂട്ടിത്തുന്നി, എൻ്റെ 7-ാം വാക്യം, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് ഒരു അടയാളം ഉണ്ടാക്കി. നോക്കുക, 3:7. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്നാണ്. അവർ നഗ്നരെന്നറിഞ്ഞു. നോക്കുക, ഉടനെ അതിൽ നിന്നും ഒരു ഉപായം കണ്ടെത്തിയവർ അത്തിയില കൂട്ടിത്തുന്നി ഒരു ലുങ്കി ഉണ്ടാക്കി. ചിന്തിക്കുക, ഇത് മനുഷ്യൻ്റെ ഈ ലുങ്കി, അവനുണ്ടാക്കിയ അത്തിയില കൊണ്ടുള്ള ഈ ലുങ്കി മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളെ കാണിക്കുന്ന കാര്യമാണ്. പാപം ചെയ്ത മനുഷ്യൻ അവൻ ദൈവസന്നിധിയിൽ പോയി നിൽക്കുവാൻ, അവനെ തന്നെ യോഗ്യനാക്കുവാനായിട്ടുള്ള അവൻ്റെ ശ്രമം. ഇന്നും മനുഷ്യൻ അങ്ങനെയല്ലേ? എങ്ങനെയെങ്കിലും നീതിമാനായിട്ട് തന്നെ നീതീകരിക്കുവാൻ ആഗ്രഹിച്ച് അവരുടെ നീതി പ്രവൃത്തികളെയൊക്കെ ഉയർത്തിക്കാട്ടി അതിലൂടെ അവർ ഭക്തരാണെന്നും നീതിമാന്മാരാണെന്നും ജനം അറിയുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അതിനൊന്നും ഒരു വിലയില്ല. നമ്മുടെ ഏത് നീതി പ്രവൃത്തിയും ഒരു കറ പിടിച്ച തുണി പോലെയാണെന്ന് ഏശയ്യാപ്രവചനം 64:6 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. ചിന്തിക്കുക, എത്രയോ ദുഃഖകരമായൊരവസ്ഥയാണ് മനുഷ്യൻ. നമുക്കറിയാം, ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് ബൈബിളിൽ ആരംഭിച്ചിരിക്കുന്നത് അത് പിശാച് പറഞ്ഞ പോഷ്കായിരുന്നു. ഉൽപ്പത്തി 3:4 പിശാച് ഹവ്വായോട് പറയുകയാണ്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. നോക്കുക, തീൻകച്ച ഭയങ്കര ഒരു ഭയങ്കരമായ കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, 2:17 ഉൽപ്പത്തി.
എന്നാൽ പിശാച് പറയുകയാണ് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പോൾ ഈ പിശാച് എപ്പോഴും പോഷ്ക്ക് പറയുന്നവനാണ്. യഹൂദന്മാരോട് പറയുമ്പോൾ യോഹന്നാൻ 8:44 അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, അവൻ പോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. അവസാനത്തിൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കറിയാമോ, അത് വെളിപ്പാട് പുസ്തകം 22:15 പോഷ്ക്ക് പറയുന്ന ഏവനും പുറത്ത് തന്നെ. അപ്പോൾ പോഷ്ക്ക് എന്നുള്ളത് മനുഷ്യൻ വളരെ വളരെ ഒരു സാധാരണ നിലയിൽ പറയുന്ന പോകുന്നൊരു കാര്യങ്ങളാണ്, കള്ളം പറയുക. അപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിലും സത്യമുണ്ടായിരിക്കണം. ഇവിടെ ആദമും ഹവ്വയും ചെയ്ത് എത്ര വലിയ തെറ്റാ. അവരെ തന്നെ ന്യായീകരിക്കുവാൻ ആഗ്രഹിക്കുക. ആദാം തൻ്റെ തെറ്റിനെ സമ്മതിക്കുകയുണ്ടായില്ല. അവൻ സമ്മതിക്കേണ്ടതായിരുന്നു. എന്നാൽ അവിടെ സമ്മതിക്കാതെ അവൻ എന്ത് ചെയ്തു? അവൻ പറയുകയാണ്, നീ തന്ന സ്ത്രീ. നോക്കണേ, എത്ര ഭയങ്കര തെറ്റാന്ന് പറ. അവൻ പറയാണ്, അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. നോക്കുക, അവൻ തെറ്റ് ചെയ്തെന്ന് നേരെ സമ്മതിക്കുകയല്ല, ആ തെറ്റ് മറ്റുള്ളവരിലേക്ക് ചാരുക. ഈ ഒരു സ്വഭാവം ഇന്നും നമുക്ക് മനുഷ്യർ മിക്കവാറും എല്ലായിടത്തും കാണാൻ പറ്റും. അവരിത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നേരെ സമ്മതിക്കുവാൻ തയ്യാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നത് എന്താണെന്നറിയാമോ? ആദാം ചെയ്ത ആ തെറ്റിനെക്കുറിച്ച് ഇയ്യോബ് 31:33 വാക്യത്തിൽ, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറിവിടത്ത് മറച്ചു വെച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇയ്യോബ് അങ്ങനെ ചെയ്തില്ലെന്നാണ്. അപ്പോൾ ആദാം എന്ത് ചെയ്തു? തൻ്റെ ലംഘനങ്ങളെ മൂടി വെച്ചു. നോക്കുക, അവിടെ ലംഘനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തിനെതിരെയാണ്. നമുക്കറിയാം, നമ്മൾ സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം Psalms 51:4 അവിടെ വായിക്കുന്നത് എന്താണ്? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തിനെതിരെയാണ്. മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ ഏത് പാപം ചെയ്താലും അത് ദൈവത്തിനെതിരെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്? പാപം ചെയ്യുമ്പോൾ നമ്മൾ പാപത്തെ മറച്ചു വെക്കുകയാണോ വേണ്ടേ? ഒരിക്കലുമല്ല. കാരണം നമുക്കറിയാം, സദൃശ്യവാക്യം 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദാവീദ് പറയുന്നൊരു കാര്യം 32-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യവും മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അവിടെ ഒരു സേലാചാരത്തിലുണ്ട്. നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തോട്, നാം ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തിനെതിരെ ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഏതൊരു പാപവും ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം. നമ്മളങ്ങനെ പറഞ്ഞാൽ ദൈവം നമ്മൾ ക്ഷമിക്കുന്ന. നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല. നമുക്കറിയാം, യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മളോട് ക്ഷമിക്കും. നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ക്ഷമ ലഭിക്കുകയില്ല, ദൈവത്തിൻ്റെ കരുണയ്ക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ദൈവം നമ്മളെ തേടി വരുന്നു, നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. എന്നാൽ പലപ്പോഴും പലരും തൻ്റെ തെറ്റുകളെ, തൻ്റെ പാപത്തെ ദൈവസന്നിധിയിൽ സമ്മതിക്കാറില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ പാപിയാണെന്ന് ഒരു വാക്ക് പറയുമ്പോൾ അന്ന് വരെയും ചെയ്ത പാപങ്ങളെല്ലാം ദൈവം നമ്മളോട് ക്ഷമിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും അത് ഓരോന്നായി ഏറ്റുപറയുവാനും അതിൽ മാനസാന്തരപ്പെടുവാനും പാപക്ഷമ പ്രാപിക്കുവാനും കടപ്പെട്ടവരാണ്. ഇന്ന് അനേക വിശുദ്ധന്മാരും അവർക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയാത്തത് അവരിൽ ഇന്നും അനേക മറച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ എഹെസ്കേൽ 7:13 വായിക്കുന്നുണ്ട്, അകൃത്യത്തിൽ ജീവിക്കുന്നവരാരും ശക്തി പ്രാപിക്കുകയില്ല. ദൈവമക്കളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ ഉടനെ തന്നെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും നമ്മൾക്ക് കടപ്പാടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതം തളരുവാനിടയായി തീരും. ആത്മീയ ജീവിതത്തിന് മുന്നോട്ടമുണ്ടാകുകയില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ട്? നമുക്ക് യഥാർത്ഥമായിട്ടും ദിനം പ്രതി നമുക്ക് ആത്മാവിൽ ബലപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ടോ? ഇന്ന് അനേകർക്കും കർത്താവിനെ സാക്ഷിക്കാൻ പോലും കഴിയാത്തത് അവരുടെ രഹസ്യ പാവങ്ങളാണ്. ഈ പാവത്തിൽ ജീവിക്കുമ്പോൾ അവർ ശക്തിഹീനരായി മാറുകയാണ്. കർത്താവിനെ സാക്ഷിക്കണമെങ്കിൽ ആത്മശക്തി വേണം. അതല്ലേ പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ കർത്താവ് പകരുന്ന സമയത്തുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞില്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യെഹൂദിയയിലും ശമര്യയിലും എല്ലായിടത്തും ലോകത്തെമ്പാടും എൻ്റെ സാക്ഷിയാവും. എന്നാൽ ഈ ശക്തിയെ ചോർത്തിക്കളയുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലുള്ള പാപം. അതുകൊണ്ട് പാപത്തെ നമ്മൾ ലഘുവായി കാണാൻ പാടില്ല. ഇന്ന് നമുക്ക് നമ്മുടെ രക്ഷിക്കപ്പെട്ട ആദ്യ സമയത്തുണ്ടായിരുന്നത് പോലെ കർത്താവിനെ സാക്ഷിക്കുവാനും ഈ ദൈവവചനത്തോടുള്ള പ്രതിപത്തി, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ഉത്സാഹം, അതൊക്കെ ഇന്ന് നമുക്കുണ്ടോ? എവിടെയെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? പാപം മനുഷ്യനെ ദൈവത്തിന് എപ്പോഴും അകറ്റും. ചിന്തിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശോധന കഴിക്കണം. നാം 2 കൊരിന്ത്യർ 13:5 വായിക്കുന്നത് പോലെ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നമ്മളെ തന്നെ പരീക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായും ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ ആദാമിനെ തേടി വന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. പിന്നെ അവർക്ക് നമുക്കറിയാം പിന്നീടുണ്ടായ സംഭവമൊക്കെ. അവർ തൻ്റെ മുമ്പിൽ നിൽക്കാൻ തക്കണം അവിടെ ഒരു തോലുകൊണ്ട് അവർ കുടുക്കുണ്ടാക്കി കൊടുക്കുന്നു. അതിന് സാരം അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. നമ്മൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തമല്ലാതെ പാപമോചനത്തിന് മറ്റൊരു മാർഗമില്ല. കാരണം എബ്രായർ 9:22 നമ്മൾ വായിക്കുന്നുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപക്ഷമ ലഭിക്കണമെങ്കിൽ 1 യോഹന്നാൻ 1:7 അതിൻ്റെ പാട്ടിൽ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മെ ശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ആ രക്തത്താലുള്ള ശുദ്ധീകരണം നമ്മൾ പ്രാപിക്കണം. ഓരോ ദിവസവും നമ്മൾ ഈ രക്തത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ജീവിതം ഒരു യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതമായിരിക്കണം. നമ്മളെ കർത്താവിന് ശുദ്ധീകരിക്കുവാൻ തക്കോണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. എത്ര ശ്രേഷ്ഠമാണ് ക്രിസ്ത്യ ജീവിതം! നമ്മളെ തേടി വരുന്ന നമ്മുടെ കർത്താവ്. കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ ആ കർത്താവ് നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ ഓടി അകലുകയല്ല. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ ഉള്ള അവസ്ഥ സമ്മതിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് അനുഭവമാക്കാനായിട്ട് കഴിയും. ഞാൻ രണ്ടാമതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനേക സംഭവങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, പിന്നെ കർത്താവ് സക്കായിയെ തേടി വരുന്ന കാഴ്ചയാണ്. നിങ്ങൾക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സക്കായി അവൻ ഒരു ചുങ്കക്കാരനാണ്, ചുങ്കക്കാരിൽ പ്രധാനിയാണ്. അപ്പോൾ ഈ ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കായി പിന്നെ ധനവാനാണ്, അവന് പൊക്കം കുറവാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പിന്നെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ഞാനിപ്പോൾ വായിക്കുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ കർത്താവ് സക്കായിയുടെ ജീവിതത്തിൽ, സക്കായി നമുക്കറിയാം യഹൂദന്മാർ വളരെ വെറുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ചുങ്കക്കാരെന്ന് പറയുമ്പോൾ. അവർ യഹൂദന്മാരാണെങ്കിലും റോമാക്കാർക്ക് വേണ്ടി, റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി യഹൂദന്മാരെ ചൂഷണം ചെയ്തിരുന്നവർ എന്നാണ് അവരെക്കുറിച്ച് എണ്ണപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് യഹൂദന്മാർ തൻ്റെ മക്കളെ വിവാഹത്തിന് പോലും കൊടുക്കുകയില്ല, അവരെ ഒരു പാട്ടിൽ വിളിക്കുകയില്ല, അവരെ അന്യജാതിക്കാരെക്കാളും നീചരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സക്കായി, ആ സക്കായിക്ക് ഉള്ളിൽ ഈ ദൈവത്തെ കാണുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടായി. നിങ്ങൾക്ക് ആ സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല. അപ്പോൾ ഈ സക്കായിയുടെ ജീവിതത്തിൽ കർത്താവ്
അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നില്ല. കർത്താവ് ഇവൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം പിന്നെ ദൈവം കൊടുത്തതാണ്. നമുക്കറിയാം, നമ്മൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം എല്ലാ ദൈവമക്കളും വളരെ അത് ഗഹനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാക്യമായതുകൊണ്ട് ഞാൻ വായിക്കാം. 2:13. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും അത് ദൈവം കൊടുക്കുന്നതാണ്. അപ്പം ഒരു വ്യക്തി ദൈവത്തെ അറിയുവാനായിട്ടുള്ള ആഗ്രഹം പോലും ഉണ്ടാകുന്നത് ആ വ്യക്തിയിൽ ദൈവം ജനിപ്പിക്കുന്നതാണ്. ദൈവം കൊടുത്തെങ്കിൽ മാത്രമേ അവന് ഒരു സത്യാന്വേഷിയായി മുന്നോട്ട് വരാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും വ്യത്യസ്തരല്ലായിരുന്നു. എന്നാൽ സത്യദൈവത്തെ അറിയാനുള്ള വലിയൊരു ആഗ്രഹം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്യദൈവത്തിന് വേണ്ടി ഓടുവാൻ ആഗ്രഹിച്ചത്. ഇവിടെ അതല്ലേ സംഭവിച്ചത്. കർത്താവ് ആ വഴിക്ക് വരുന്നു എന്ന് സക്കായി കേട്ടപ്പോൾ സക്കായി ഈ കർത്താവിനെ കാണുവാനായിട്ട് ഓടുകയാണ്. എന്നാൽ അവനോട് ചെന്നപ്പോൾ സക്കായിക്ക് വലിയൊരു തടസ്സം. കാരണം വലിയ ജനക്കൂട്ടമുണ്ട്. തനിക്ക് ആ ജനക്കൂട്ടത്തിൽ മുമ്പിൽ ചെല്ലാൻ കഴിഞ്ഞില്ല, പുറകിൽ നിന്ന് നോക്കി കാണാനും കഴിയത്തില്ല. കാരണം താൻ കുരുടനവന് അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞവനാണെന്ന് നമ്മൾ സക്കായിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ 19-ാം അധ്യായം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. വളർച്ചയിൽ കുറിയവൻ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ താനൊരു വളരെ പൊക്കം കുറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് പുരുഷാര നിമിത്തം ഇന്നും അനേകർക്കും തടസ്സം പുരുഷാരമാണ്. എനിവേ അതിനും ഒരുപാട് വിശദീകരണമുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, തനിക്ക് ഈ ആഗ്രഹം ദൈവം കൊടുത്തതുകൊണ്ട് താൻ അവിടുന്ന് നിരാശനായി മടങ്ങിപ്പോയില്ല. കർത്താവ് പോകുന്ന റൂട്ട് മനസ്സിലാക്കിയിട്ട് സക്കായി മുമ്പോട്ട് ഓടുകയാണ്. നോക്കുക, ഈ ഓടാനുള്ള പ്രേരണ പോലും ദൈവമാണ് കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ദൈവം ആ വഴിക്ക് വന്നത് തന്നെ ഈ സക്കായിക്ക് വേണ്ടിയിട്ടാണ്. അത് മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. നമ്മളതാ പ്രിയമുള്ളവരെ, നമ്മളെ തേടി വരുന്ന ഒരു ദൈവം. നോക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നാട്ടിലെങ്ങും ആയിരിക്കുമ്പോഴല്ല ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ സിക്കിമിലായിരിക്കുമ്പോഴാണ് ദൈവം അവിടെ എന്നെ തേടി വന്നു, എന്നോട് ഹൃദ്യമായി ഇടപെട്ടു. കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു, എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. നോക്കുക, ആ രക്ഷാനുഭവം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അത് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം തകരും, നമ്മൾ ആനന്ദം കൊണ്ട് നിറയും. എത്ര വലിയ കാര്യമാണ് നമ്മളെ തേടി വരുന്ന ഒരു നല്ല കർത്താവ്. ഇവിടെ ഈ വഴിയിൽ എരിയോയിലൂടെ കർത്താവ് വരാനൊറ്റ കാരണം ഈ സക്കായിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സക്കായി കർത്താവിനെ കാണുവാനുള്ള ആ വലിയൊരു ആഗ്രഹം കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ താൻ മുൻപോട്ട് ഓടുകയാണ്. താൻ ഓടിപ്പോയി ഒരു കാട്ടത്തിമേൽ കയറിയെന്ന അതിൽ കയറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിശ്ചയമായും ദൈവം സക്കായിയെ സഹായിച്ചു എന്നുള്ളതാണ് കാര്യം, സത്യം. അങ്ങനെ കാട്ടത്തിമേൽ കയറിയിരിക്കുന്ന സക്കായിയുടെ ഉള്ളിലുള്ള ആഗ്രഹം, കർത്താവ് എന്നെ കാണരുത്, എന്നാൽ എനിക്ക് കർത്താവിനെ കാണണം എന്നുള്ളത്. ചിന്തിക്കുക, ആ വഴി പോകുന്നവരാരും എന്നെ കാണാതെ ഞാൻ നന്നായിട്ട് എൻ്റെ കർത്താവിനെ കാണും, ഞാൻ ആഗ്രഹിച്ച എൻ്റെ കർത്താവിനെ എനിക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ സക്കായി ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഓ, എത്ര വലിയ കാര്യമല്ലേ. നോക്കുക, അപ്പോൾ ഇവിടെ കർത്താവ് അവനെ പേർ ചൊല്ലി വിളിക്കുക. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കോടാനുകോടി നക്ഷത്രങ്ങൾ ഈ ആകാശവിധാനത്തിലുണ്ട്. ദൈവം അവയ്ക്കെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന 800 കോടിയിൽ പരം ജനങ്ങളെ ഓരോരുത്തരെയും പേർ ചൊല്ലി അവരുടെ പേരെല്ലാം കർത്താവിനറിയാം. എൻ്റെയും നിങ്ങളുടെയും പേര് കർത്താവിനറിയാം. ഒരിക്കൽ എന്നെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചു.
കർത്താവിൻ്റെ കൃപയാൽ ആ വിളി കേൾക്കുവാൻ എനിക്കിടയായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇന്നും അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇന്നുവരെ ഈ രക്ഷയുടെ അനുഭവത്തിലല്ലെങ്കിൽ ഈ രക്ഷയിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുക. ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ വിളിയാണ്. നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഈ വിളി കേൾക്കുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടോ? ഈ വിളി കേൾക്കുവാനുള്ള ഒരു കാത് നമുക്കുണ്ടോ? ഈ വിളിയെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ? ഇവിടെ സക്കായി എന്ന് പേർ ചൊല്ലി വിളിക്കുക. എന്നിട്ട് പറയാണ്, നീ വേഗം ഇറങ്ങി വാ. ഉണ്ടോ? കർത്താവിൻ്റെ വിളി കേട്ടാൽ പിന്നീട് ചെയ്യേണ്ടതെല്ലാം പെട്ടെന്നായിരിക്കണം, വേഗത്തിലായിരിക്കണം. നോക്കുക, കർത്താവ് വിളിയേറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് അവൻ വരികയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന സക്കായിയുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഏതൊരു വ്യക്തി ദൈവം അടുപ്പിക്കാതെ ആർക്കും ദൈവത്തിന് അടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ യിരെമ്യാ 30-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിന് 21. ദൈവം അടുപ്പിക്കാതെ ആരെങ്കിലും അടുക്കുമെന്നാണ് ദൈവം ചോദിക്കുന്നത്. ദൈവം അടുപ്പിക്കണം. ഇവിടെ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തന്നെ വിളിച്ചു. എന്ത് സംഭവിച്ചു? സക്കായിക്കൊരു മാറ്റം. നോക്കുക, സക്കായിക്കൊരു മാറ്റം. അത്ഭുതപൂർവമായ മാറ്റം. അവിടെ അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ സംഭവം എല്ലാം വളരെ വിശദീകരിക്കാൻ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാനതിൻ്റെ പ്രത്യേകമായ കാര്യം മാത്രം പറയാം. സക്കായി നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, എത്ര വലിയ കാര്യമാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഈ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി തൻ്റെ ജീവിതം പൂർണ്ണമായും മാറ്റപ്പെടുകയാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതം ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടമായിരുന്നു. അതുകൊണ്ടാണ് താനൊരു ചുങ്കക്കാരനായി മാറിയതും അതിൻ്റെ പ്രമാണിയായി മാറിയതും ഒക്കെ ലോകത്തെ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ പിന്നാലെ ഓടിയതിൻ്റെ ഫലമാണ്. യഹൂദന്മാർ വരുത്തിരുന്ന ആ ജോലി ഏറ്റെടുക്കുവാൻ കാരണം ലോകസ്നേഹമായിരുന്നു, ധനസ്നേഹമായിരുന്നു. ധനം അവൻ്റെ യജമാനായിരുന്നു. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ആ യജമാനൻ മാറ്റപ്പെട്ടു. ആ യജമാനെ ഉള്ളിൽ നിന്ന് മാറ്റി. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സമ്പത്തിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. നോക്കുക, ദൈവത്തിൻ്റെ മനസ്സ് അവനിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ മനസ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവന് ദരിദ്രതയെക്കുറിച്ചുള്ള വലിയ അനുതാപം, വലിയൊരു ആകാംക്ഷ, അവരുടെ കുറിച്ചുള്ളൊരു കരുതൽ അവനുണ്ടാകുക. ചിന്തിക്കുക ദൈവമക്കളെ, എത്ര വലിയ വ്യത്യാസം. എന്നിട്ട് പറയാണ്, താൻ അനേകരിൽ നിന്നും ചതിവായി വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ചിന്തിക്കുക, ഒരു കൃത്യമായ നിലയിൽ ദൈവത്തിൻ്റെ അടുക്കൽ, കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ജീവിച്ച സക്കായി ഒരു പുതു സൃഷ്ടിയായി മാറുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവനൊരു മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. എന്നാൽ ആ വെളിച്ചത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവൻ്റെ പാപാവസ്ഥയെ കാണുവാൻ, അതിനെ വെറുക്കുവാൻ സക്കായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിലേക്ക് വന്നിട്ട് ഈ നിലയിൽ ഒരു വലിയ മാറ്റം മറ്റുള്ളവർക്ക് നമ്മളിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നു. ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തുന്ന ആ വ്യതിയാനം മറ്റുള്ളവർക്കും അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? അപ്പോൾ അവൻ്റെ ഈ പ്രസ്താവന കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ 19-9 വാക്യം, ഇപ്പം ലൂക്ക 19:9, ഇവനും അബ്രഹാമിൻ്റെ മകനാകുന്നു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പോൾ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയമുള്ളവരെ, നോക്കുക, ആ വീട് അല്ലെങ്കിൽ ആ കുടുംബം കർത്താവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ സക്കായിയുടെ മാനസാന്തരം അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി. പ്രിയമുള്ളവരെ,
ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അടുക്കൽ നിങ്ങളെ തേടി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ അതിൻ്റെ 10-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അതെ, കാണാതെ പോയതിനെ. പാപത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് അകന്നു പോകുകയാണ്. അങ്ങനെ കാണാതെ പോയിരുന്ന നമ്മളെ തേടി വരുന്ന ഒരു കർത്താവ് എത്ര വിശിഷ്ടമായ കാര്യമാണ്, എത്ര പ്രത്യേകതയുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് നമ്മളെ തേടി വരുമ്പോൾ ഈ കർത്താവിനെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമോ? ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളെ പേർ ചൊല്ലി കർത്താവ് വിളിക്കുക. സക്കായിയെ വിളിച്ചപ്പോൾ സക്കായി ഉടനെ തന്നെ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി. ആ കുടുംബം രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഈ രക്ഷാനുഭവത്തിലില്ല, ഈ രക്ഷാനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഈ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടാൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ ആ പഴയ സ്വഭാവം, ആ ജീവിത രീതി കർത്താവ് പൂർണ്ണമായും മാറ്റും. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയും പ്രോത്സാഹനവുമായി മാറും. അതാ ദൈവം നമ്മൾ ഓരോന്നും ആഗ്രഹിക്കുന്നത്. നമ്മളെ തേടി വരുന്ന ഈ കർത്താവ്, ആ കർത്താവ് എന്നെ കണ്ടെത്തി എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഇന്ന് ഞാൻ കർത്താവിൻ്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ യഥാർത്ഥ നമ്മളെ തേടി വന്ന ഈ കർത്താവിന് എന്നെ കണ്ടെത്തുവാനും ആ കർത്താവിനെ എനിക്ക് സ്വീകരിക്കുവാനും അങ്ങനെ ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയായി, ഒരു ദൈവവൈതലായി, ഒരു വിശുദ്ധനായി, ദൈവത്തിൻ്റെ ഒരു നിയുക്തി പ്രാപിച്ച ഒരു സന്ദേശവാഹകനായി, സ്വർഗത്തിൻ്റെ അംബാസഡറായി, ദൈവത്തിൻ്റെ പുരോഹിതനായി, ദൈവത്തിൻ്റെ പ്രവാചകനായി തീരുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയി തീർന്നിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിച്ചാൽ ഈ പറഞ്ഞ പദവികളിലെല്ലാം ദൈവം നമ്മളെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനിടയായിത്തീരും. കർത്താവ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അതിന് ഇടയാക്കട്ടെ, സാധിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ചെറിയ സന്ദേശം ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. തിരുനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.